എവിടുന്നാ വരുന്നത്? ഞാൻ പുൽപ്പുള്ളി മതി. പുൽപ്പുള്ളി പാർട്ടി മെമ്പറായിരുന്നോ? കൊഴിഞ്ഞാമ്മാരൻ പാർട്ടി മെമ്പറായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് എന്തുകൊണ്ടാണ് വിടുന്നത്? എന്തുകൊണ്ടാണ് CPM ബന്ധം എന്തുകൊണ്ടാണ് വിടുന്നത്? ഇല്ല, ഞങ്ങൾ പാർട്ടി കൂടെ പറഞ്ഞവർ അവരുടെ അനുവാദികളാണ്. ഒരുപാട് ആളുകൾ പല ഭാഗത്ത് നിന്ന് വന്നിട്ട് ഇപ്പോൾ സംസാരിച്ചത് പുൽപ്പുള്ളിയിൽ നിന്ന് വെച്ചിട്ടുള്ള ആളുകളാണ്. എവിടുന്നാണ് വരുന്നത്? കാഞ്ഞിരപ്പുഴ. പാർട്ടി മെമ്പറായിരുന്നോ? ലോക്കൽ സെക്രട്ടറി ഏരിയ കമ്മിറ്റി മെമ്പറുമായിരുന്നു. CPM ഏരിയ കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്നു. എന്തുകൊണ്ടാണ് അപ്പോൾ പാർട്ടിയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ചു? എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവരുടെ പ്രവർത്തനം അന്നേ മുതൽക്ക് എന്നെ പുറത്താക്കിയതാ. അത് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വന്ന പ്രശ്നം. അപ്പോൾ എന്നെ ഒന്നും അറിയിക്കാതെ, ലോക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന എന്നെ അറിയിക്കാതെ അവർക്ക് പറ്റുന്ന ഒരാളെയാണ് തീരുമാനിച്ചു. ആരും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എൻ്റെ കമ്മിറ്റി അറിഞ്ഞിട്ടില്ല. പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പാർട്ടി ബന്ധം പലതുണ്ടായിരുന്നു. എവിടുന്നാണ് വരുന്നത്? മണ്ണാർക്കാട്. CPM അംഗമായിരുന്നു. CPM അംഗമല്ല, CITUവിൻ്റെ ജില്ലാ കൗൺസിൽ അംഗമാണ്. ഇപ്പോഴും ആണ്. അപ്പോൾ ആ ഒരു ഭാരവാഹിത്വമൊക്കെ വിട്ടുകൊണ്ട് പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഈ വിമതരുടെ കൂടെ കൂടാനുള്ളൊരു തീരുമാനം? വിമതരല്ല, ഞങ്ങളെല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗങ്ങളായിട്ടുള്ള ആളുകൾ തന്നെയാണ്. വിമതരെന്ന് പറയാൻ സാധിക്കില്ല. നേതൃത്വത്തിന് എതിരാകുമ്പോൾ വിമതരായി മാറുക. അത് വിമതരാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിമതരാണെന്ന് എപ്പോഴും പാർട്ടീൻ്റെ ജില്ലാ കൗൺസിൽ അംഗം, CITUവിൻ്റെ ജില്ലാ കൗൺസിൽ അംഗമായിട്ട് ഇരിക്കുന്ന ആളുകളല്ലേ. വിമതർ ഇതുവരെ ഈ നിമിഷം വരെ വിമതരാണെന്ന് പാർട്ടി പറഞ്ഞിട്ടില്ല. പാർട്ടി വിടാനുള്ള തീരുമാനം എന്തുകൊണ്ടാണ്? സോറി, CPM ബന്ധം വിടാനുള്ള തീരുമാനം എന്തുകൊണ്ടാണ്? പരിഗണനയില്ലായ്മ തന്നെയാണ്. തീർത്തും അവഗണിക്കുന്ന ഒരു സമീപനം നിലപാടും പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് തന്നെയാണ് മാറ്റി ചിന്തിക്കണം, ഞങ്ങൾക്കൊരു കൂട്ടായ്മ വേണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പല രീതിയിലുള്ള പ്രതികരണമാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ള ആളുകൾ. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നിരവധി ആളുകൾ ഇവിടേക്ക് എത്തി ഈ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാലക്കാടിൻ്റെ പല മേഖലകളിൽ നിന്നും ആളുകൾ ഈ വിമത കൺവെൻഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ പല ആളുകളും CPMൻ്റെ പല സ്ഥാനങ്ങൾ വഹിച്ച ആളുകളായിരുന്നു. LDFൻ്റെ പല LDFൻ്റെ പല സ്ഥാപനങ്ങളിലെയും ഭാരവാഹികളായിരുന്നു. പഞ്ചായത്ത് അധ്യക്ഷന്മാർ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. അവരെല്ലാമാണ് ഇപ്പോൾ ഈ CPM ബന്ധം LDF ബന്ധമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ PK ശശിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വിമത കൺവെൻഷനിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ അവിടെ എഴുതിയിട്ടുള്ളത് പാലക്കാട് ജില്ലാ മാർക്സിസ്റ്റ് കൂട്ടായ്മ പ്രവർത്തക കൺവെൻഷൻ എന്നുള്ളതാണ്. ഏതായാലും ഉടൻ തന്നെ ഒരു പുതിയ പാർട്ടിയായി രൂപീകരിക്കപ്പെടും. അതിനുശേഷം പിന്നീട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ PK ശശിയുടെ നേതൃത്വത്തിലുള്ള ഈ പാർട്ടിയുടെ ശക്തി തെളിയിക്കുമെന്നുള്ളതാണ് വിമത നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ഒറ്റപ്പാലത്താണ് PK ശശി മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫെഡറേഷൻ ഈ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പാർട്ടി രൂപീകരിച്ച് UDFൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കാനുള്ള നീക്കം നടന്നിരിക്കുന്നത്. ഒറ്റപ്പാലത്ത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ PK ശശി വളരെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഈ കൂടെ എത്തിയിട്ടുള്ള വിമത നേതാക്കളുമായി എല്ലാം സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി CPM നേതൃത്വമായി PK ശശി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. കാരണം സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്നാണ് PK ശശിയെ ഈ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന PK ശശിയെ പിന്നീട് പാർട്ടിയിൽ നിന്നും തരം താഴ്ത്തുന്നത്. ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കായിരുന്നു തരം താഴ്ത്തുന്നത്. നായാടിപ്പാറ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ട ശശി പിന്നീട് ബ്രാഞ്ച് യോഗങ്ങളിലോ പാർട്ടി യോഗങ്ങളൊന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു. KTDC ചെയർമാൻ സ്ഥാനം മാത്രമാണ് പിന്നീട് ശശി വഹിക്കുകയും ചെയ്തിരുന്നത്. ഇത് കഴിഞ്ഞ ദിവസം രാജിവെക്കുകയും ചെയ്തിരുന്നു. അത് UDF നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ ഒരു അനുകൂലമായിട്ടുള്ള തീരുമാനം വന്നതിന് ശേഷമാണ് ഈ KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് എന്നുള്ളത് ഉറപ്പായിരുന്നു. ഏതായാലും ഇപ്പോൾ ആ KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയും നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം ഇപ്പോൾ വിമത കൺവെൻഷനിലേക്ക് PK ശശി എത്തിയിരിക്കുന്നു. ഈ വിമത കൺവെൻഷൻ വഴി ഇനി UDFൻ്റെ ഒറ്റപ്പാലത്തെ സ്ഥാനാർത്ഥിയായി PK ശശി എത്തും. അതിനുശേഷം പിന്നീട് CPMനെതിരെ മത്സരിക്കുക, പോരാട്ടത്തിന് ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നു PK ശശി. ഈ പാർട്ടി നടപടി നേരിട്ട സമയത്തും PK ശശിയെ സംരക്ഷിച്ചിരുന്നത്. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗത്തിൽ നിന്നും CITയുടെ പാലക്കാട് ജില്ലാ ഭാരവാഹിത്വത്തിൽ നിന്നും PK ശശിയെ പുറത്താക്കിയ വേളയിൽ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്നുകൂടി PK ശശിയെ പുറത്താക്കണമെന്ന് പാലക്കാട് ജില്ലയിൽ നിന്ന് CPMനകത്ത് നിന്ന് ആവശ്യമായി ഉയർന്നിരുന്നു. പക്ഷേ അന്ന് മുഖ്യമന്ത്രി മാത്രമാണ് അന്ന് PK ശശിയെ സംരക്ഷിച്ചിരുന്നത്. അങ്ങനെയാണ് PK ശശി KTDC ചെയർമാൻ സ്ഥാനത്ത് തുടരുകയും ചെയ്തത്. ഇപ്പോൾ ഞാൻ വരാം. കൺവെൻഷൻ തുടങ്ങാനിരിക്കാൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് PK ശശിയാണ്. താൻ വിമതനാണ് എന്ന പരസ്യമായ പ്രഖ്യാപനം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലൂടെ ശശി നടത്തുകയാണ്. പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഞങ്ങൾ CPMകാരാണ്, പാർട്ടിക്കാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയുന്നു. അതേസമയം പാർട്ടി നേതൃത്വവുമായുള്ള പലതരം ഭിന്നതകളാൽ അഭിപ്രായ വ്യത്യാസമുള്ളവരാണ് ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. റഹീസിലേക്ക് കൂടി. റഹീസ്, ഇപ്പോൾ PK ശശി വിമത കൺവെൻഷനിൽ പങ്കെടുക്കുന്നു. താൻ പാർട്ടിയിൽ നിന്നും പൂർണ്ണമായും പുറത്തേക്ക് പോകുന്നു എന്നുള്ള പ്രഖ്യാപനമാവുകയാണ് ഈ പരിപാടി.
ഒരു വശത്ത് ജി സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയം, പാലക്കാട്ട് PK ശശി, പാർട്ടി എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? പാർട്ടി നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ് PK ശശി CPM ബന്ധം ഉപേക്ഷിച്ച് UDF പാളയത്തിൽ എത്തുമെന്നും ഒറ്റപ്പാലത്ത് UDFന്റെ പിന്തുണയോടുകൂടി മത്സരിക്കും എന്ന കാര്യം പാർട്ടി ഏതാണ്ട് ഉറപ്പിച്ചതാണ്. അവസാന ഘട്ടം വരെ ചില ചർച്ചകൾ നടന്നിരുന്നു. KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് PK ശശി മാറി നിൽക്കുന്ന സമയത്തും ചില വ്യക്തിപരമായി PK ശശിയുമായി അടുപ്പമുള്ള CPIM നേതാക്കൾ സംസാരിച്ചിരുന്നു. PK ശശിയും പ്രശ്നം പരിഹരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഏറ്റവും അവസാനം PK ശശിയുമായി ബന്ധപ്പെട്ട ആളുകളോട് ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, മിനിഞ്ഞാന്ന് പാലക്കാട് മുഖ്യമന്ത്രി പാലക്കാട് CPIMന്റെ DC ഓഫീസ് ഉദ്ഘാടനത്തിന് ഉണ്ടായിരുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രി PK ശശിയെ വിളിപ്പിക്കും, അതിനുശേഷം സംസാരിച്ച് പ്രശ്നം പരിഹരിക്കും എന്ന് ശശി വിചാരിച്ചിരുന്നു എന്ന് ശശിക്കൊപ്പമുള്ള ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ചർച്ചയും അക്കാര്യത്തിൽ ഉണ്ടായില്ല. ആ സാഹചര്യത്തിൽ പാർട്ടി പൂർണ്ണമായും തന്നെ അവഗണിക്കുകയാണ്, ഇനി പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ് എന്നാണ് ശശിക്ക് ഒപ്പമുള്ള ആളുകൾ പറയുന്നത്. അന്ന് KTDC ചെയർമാൻ സ്ഥാനം ശശി രാജിവെച്ച ദിവസം തന്നെ ഈ കൺവെൻഷൻ തീരുമാനിച്ചതാണ്. 5-ാം തീയതി കൺവെൻഷൻ നടത്തും, ആ കൺവെൻഷനിൽ PK ശശി പങ്കെടുക്കും എന്ന് CPMന്റെ വിമതർ അന്ന് തന്നെ പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം ഒരു തരത്തിലും ഔദ്യോഗികമായി PK ശശിയെ ഒപ്പം നിർത്താനുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. CPIM പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങളെത്തി. ഇനി ഒറ്റപ്പാലത്ത് PK ശശിയുടെ സ്ഥാനാർത്ഥിത്വം എപ്പോഴെങ്ങനെ പ്രഖ്യാപിക്കും എന്നത് മാത്രമേ അറിയേണ്ടതുള്ളൂ. പാർട്ടിയെ സംബന്ധിച്ച് ശശി അവിടെ മത്സരിക്കും, എതിർ സ്ഥാനാർത്ഥി PK ശശി ആയിരിക്കും എന്ന് തന്നെ ഉറപ്പിച്ചിട്ടാണ് പാർട്ടി അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോയത്. ഇപ്പോൾ CPIMന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം AKG സെന്ററിൽ ചേരുകയാണ്. സ്വാഭാവികമായും പാലക്കാട് നിന്നുള്ള നേതാക്കൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ PK ശശിയുമായി ബന്ധപ്പെട്ട അദ്ദേഹം പാർട്ടി വിട്ടുപോകുന്ന പശ്ചാത്തലത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ പാർട്ടിക്കുണ്ടാകുമോ? ഒറ്റപ്പാലത്തും ഷൊർണൂരിലും മലമ്പുഴയിലും നെന്മാറയിലുമൊക്കെ പാർട്ടിയുടെ കോട്ടകളായ സ്ഥലത്ത് അവിടെ ശശി എഫക്ട് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പായിട്ടും സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമാണ്. തിരിച്ചെത്താം PK ശശി ഉദ്ഘാടന പ്രസംഗത്തിൽ എന്തു പറയുന്നത് വളരെ പ്രധാനമാണ്. വളരെ